23ാം വാർഷികം സമുചിതമായി കൊണ്ടാടുന്ന ഇർഫാനിയ അറബിക് കോളേജ് ഈ വാർഷിക സുദിനത്തിൽ 2-3 ദിവസങ്ങളിലായി നീളുന്ന പരിപാടികൾ, അതിൻ്റെ ഔപചാരികമായ തുടക്കമാണല്ലോ ഇന്നിവിടെ കുറിക്കപ്പെടുന്നത്. കണ്ണൂർ ജില്ലയുടെ ആത്മീയ നവോത്ഥാന മേഖലയിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ഇർഫാനിയ അറബിക് കോളേജ് എന്നുള്ളത്. ചപ്പാരപ്പടവിൻ്റെ ഒരു പര്യായമായി ഈ സ്ഥാപനം അറിയപ്പെടുകയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജിന് അടുത്ത കാലത്തായി ഒരുപാട് ജൂനിയർ കോളേജുകൾ സ്ഥാപിതമായിട്ടുണ്ട്. ആ ജൂനിയർ കോളേജുകളൊക്കെ സ്ഥാപിതമാകുന്നതിൻ്റെ തന്നെ 2 പതിറ്റാണ്ട് മുമ്പ് തന്നെ ജാമിയ നൂരിയ അറബിക് കോളേജിലേക്ക് ബിരുദത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ഒരു സിലബസുമായി കേരളത്തിലെ ഒരു പ്രഥമ സ്ഥാപനം എന്നുള്ള നിലക്ക് തന്നെ ഇർഫാനിയ അറബിക് കോളേജ് മാറിക്കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ നിന്നുള്ള ആ പ്രചോദനം, ഇർഫാനിയ അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ജാമിയയിൽ വന്ന് തൊഴിൽ കഴിഞ്ഞ് ഫൈദി ബിരുദവുമായി പുറത്തുവരുന്ന വിദ്യാഭ്യാസക്രമം ഇന്ന് കേരളത്തിലും കർണാടക അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുമായി 60ഓളം ജൂനിയർ കോളേജുകൾ, നമ്മുടെ സാലിം ഫൈസി ഇവിടെ ഉണ്ട്. ആ ജൂനിയർ കോളേജുകൾക്കൊക്കെ തന്നെ ഒരു മുൻഗാമിയായി ഇർഫാനിയ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് ജാമിയയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇർഫാനിയ അറബിക് കോളേജിൻ്റെ ഇതുപോലെ ഒരു വാർഷികത്തിൽ സംബന്ധിക്കേണ്ടതായിരുന്ന ഞാൻ അതേ ദിവസങ്ങളിൽ തന്നെ ജാമിയ നൂരിയ അറബിക് കോളേജിലും സമ്മേളനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഞങ്ങളുടെ അടുത്തതാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകാന്നുള്ള നിലക്ക് നിൽക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയ ശിഹാബ് തങ്ങൾ. അദ്ദേഹം അത് അറിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പിന്നെ ചപ്പാരപ്പടവിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ജാമ്യക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, ചപ്പാരപ്പടവിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കുകയുണ്ടായി. അപ്പം അത് ജാമ്യവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ചപ്പാരപ്പടവിലെ ഇർഫാനിയ കോളേജും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്.